മാന്യപ്രേക്ഷകർക്ക് പ്രണാമം. കേരളത്തിലും കേരളത്തിന് പുറത്ത് നടക്കുന്ന വേദനാജനകമായൊരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ലവ് ജിഹാദ് എന്ന പേരിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൽ നടന്നിരുന്ന ഒരു ക്രൂരവും നിന്ദ്യവുമായ ഒരു സാമൂഹിക വിപത്ത്, അത് കേരളത്തിലെ ഹൈന്ദവ ജനതയെ മാത്രം ലക്ഷ്യമാക്കി മുസ്ലിങ്ങൾ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. മുസ്ലിം ആൺകുട്ടികളെ കൊണ്ട് പ്രലോഭിപ്പിച്ച് ഹിന്ദു പെൺകുട്ടികളെ പ്രേമിപ്പിക്കുക. വളരെ വിരളമായിട്ടാണെങ്കിലും ക്രിസ്ത്യൻ ആൺകുട്ടികളും ഹിന്ദു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇതേപോലെ പ്രേമിപ്പിച്ച് വിവാഹം കഴിച്ച് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന ഈ ലവ് ജിഹാദ് എന്ന വിരോധാഭാസം ആയിരക്കണക്കിന് ഹിന്ദു പെൺകുട്ടികളെ വഴിയാധാരമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഏത് വ്യക്തിയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വതന്ത്ര ഭാരതത്തിൽ അവരവർക്കുണ്ടെങ്കിലും അത് മുഴുവനും മതപരിവർത്തനത്തിന് ലക്ഷ്യമിട്ടും എങ്ങനെയെങ്കിലും അവൻ്റെ മതത്തിൽ ഉള്ളവൻ്റെ എണ്ണം കൂട്ടുക എന്ന മാത്രം ലക്ഷ്യവുമായിട്ട് നടക്കുന്നവരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ആര് ചത്താലും, ആരെ കൊന്നാലും, ആരെ നശിപ്പിച്ചാലും, ആരെ ഭ്രാന്ത് പിടിപ്പിച്ചാലും രാഷ്ട്രീയ പാർട്ടിക്കാർ അവനവന് മെമ്പർഷിപ്പ് കൊടുത്ത് ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയും ഇലക്ഷന് പ്രവർത്തിക്കാൻ വേണ്ടിയും ആൾക്കാരെ ഉണ്ടാക്കുന്ന പോലെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവനവൻ്റെ മതത്തിലേക്ക് എണ്ണം കൂട്ടുന്നത്. അത് ചെറുപ്പക്കാരുമായ ആണുങ്ങൾ മാത്രം ചെയ്യുന്നതല്ല, അത് പർദ്ദയിട്ട സ്ത്രീകൾ അതിൻ്റെ പുറകിൽ വളരെയധികം കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം മുസ്ലിങ്ങളും എല്ലാ വിഭാഗം ക്രിസ്ത്യാനികളും അവനവൻ്റെ മതത്തിലേക്ക് ഹിന്ദുക്കളെ ചേർക്കാൻ വളരെയധികം ശ്രമിക്കുമ്പോഴും ഓർമ്മിക്കുക, ഒരൊറ്റ ക്രിസ്ത്യാനി പോലും മുസ്ലിമിനെ കൺവെർട്ട് ചെയ്യാൻ ശ്രമിക്കില്ല. അങ്ങനെ ഏതെങ്കിലും ക്രിസ്ത്യാനി സുവിശേഷക്കാരോ പെന്തക്കോസ്തുകാരോ ഏതെങ്കിലും മുസ്ലിമിനെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചാൽ, അങ്ങനെ ശ്രമിക്കുന്നവൻ്റെ തലയുടെ മുകളിൽ ആകാശം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ടാവില്ല, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മുകളിൽ തലയുണ്ടാവില്ല. ഇതൊരു വസ്തുതയാണ്. ഹിന്ദുക്കളെ മാത്രം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് അള്ളാഹുവിൻ്റെ ആരാധകരും യഹോവയുടെ ആരാധകരും ശ്രമിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരു ദുരുദ്ദേശമേ ഉള്ളൂ: മുസ്ലിങ്ങൾക്ക് ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കി മാറ്റുക, ക്രിസ്ത്യാനികൾക്ക് ഭാരതത്തെ ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റുക. ഇവരുടെ രണ്ടുപേരുടെയും പരാജയം ആയിരുന്നത്, ലോകത്തിൽ ഏത് രാജ്യത്ത് മുസ്ലിം ഭരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം ഇസ്ലാമിക രാജ്യമായി തീരുമെന്ന് ഉറപ്പാണ്. ലോകത്തിൽ ഏത് രാജ്യവും ക്രിസ്ത്യാനികൾ ഭരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം ക്രിസ്ത്യൻ രാജ്യമായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. അത് സംഭവിക്കാത്തത് ഭാരതത്തിൽ മാത്രമാണ്. ഏതാണ്ട് 600 വർഷം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടും ഭാരതം ഒരു മുസ്ലിം രാജ്യമായില്ല. ഏതാണ്ട് 250 വർഷം ഭാരതം ക്രിസ്ത്യാനികൾ ഭരിച്ചിട്ടും ഭാരതം ഒരു ക്രിസ്ത്യൻ രാജ്യമായില്ല. അവരുടെ ഇടയിൽ തന്നെ പറയാറുണ്ട്, അങ്ങനെ അവനവൻ്റെ മതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരേ ഒരു രാജ്യം ഭാരതമാണ്, അതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് മുസ്ലിങ്ങളും, അതാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് ക്രിസ്ത്യാനികളും പറയുമ്പോൾ ഇനി ലക്ഷ്യം ഒന്ന് മാത്രം: ഏത് നീചവും നിന്ദ്യവും കപടവുമായ മാർഗത്തിലൂടെ അവനവൻ്റെ മതത്തിലേക്ക് ആളെ കൂട്ടിയിട്ട് പ്രതിജ്ഞ എടുപ്പിക്കുക, ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും. അത് തീവ്രവാദത്തിലൂടെയോ സ്നേഹത്തിലൂടെയോ പ്രേമത്തിലൂടെയോ കല്യാണത്തിലൂടെയോ ഡസൻ കണക്കിന് കുട്ടികളെ ഉണ്ടാക്കുന്നതിലൂടെയോ എങ്ങനെ വേണമെങ്കിലും സാധിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് മുസ്ലിം ആൺകുട്ടികൾ നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ ട്യൂട്ടോറിയൽ കോളേജിലും കമ്പ്യൂട്ടർ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും അല്ലെങ്കിൽ സാധാരണ കോളേജിലും, ഇതൊന്നും അല്ലെങ്കിൽ വഴിവക്കിലുമുള്ള വീടുകളിലുള്ള ഹിന്ദു പെൺകുട്ടികളെ, സാധിക്കുമെങ്കിൽ സവർണരെ, ഉയർന്ന ജാതിക്കാരെ
വിവാഹം കഴിക്കുക. ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയ്ക്ക് ഫ്രണ്ട്സിലൂടെയോ ഹിന്ദു പെൺകുട്ടികളുടെ ഫോൺ നമ്പർ എടുത്ത് അല്ലെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അവരെ ബന്ധപ്പെട്ടിട്ട് ജീവിതത്തിലെല്ലാം ഞാനാണെന്ന് വരുത്തി തീർത്ത് പ്രലോഭിപ്പിച്ച് വിവാഹം കഴിച്ച് അവസാനം ഇസ്ലാമിക ആചാരപ്രകാരം 3 പ്രാവശ്യം തലാക്ക് ചൊല്ലിയാൽ ആ കുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. അങ്ങനെ വേണ്ടെന്ന് വെച്ച് പിന്നെ ആ ഹിന്ദു പെൺകുട്ടി പലരുടെയും ഭാര്യയായി ജീവിക്കേണ്ടി വരുന്നത്. മുസ്ലിങ്ങൾക്ക് എത്ര വേണമെങ്കിലും, മുസ്ലിം ആണുങ്ങൾക്ക് എത്ര വേണമെങ്കിലും പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാവുന്നത് പോലെ ഉപേക്ഷിക്കപ്പെട്ട പെണ്ണുങ്ങളെ എത്ര മുസ്ലിങ്ങൾക്ക് വേണമെങ്കിലും വിവാഹം കഴിക്കാം എന്നുള്ള, മുസ്ലിം ആണുങ്ങൾക്ക് വേണമെങ്കിലും വിവാഹം കഴിക്കാം. ഇത് മൃഗങ്ങളെ പോലെ ഒരു പെൺകുട്ടിയെ ഒരാൾ തലാക്ക് ചൊല്ലിയാൽ ആ പെൺകുട്ടിയെ അടുത്ത ആൾക്ക് വിവാഹം കഴിക്കാൻ ഇസ്ലാമിക ആചാരപ്രകാരം വിരോധമില്ല. ഭാരതത്തിൽ അതല്ല സംഭവം. ഒരു പ്രസിദ്ധനായ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന കേരളത്തിലെ ഒരു മുസ്ലിം നേതാവ്, പ്രായമായ ആള്, വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, വാർദ്ധക്യത്തിൽ മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ കേരളത്തിൽ വിവാഹം കഴിച്ചത്. ഒരു പത്രം പോലും അതിനെതിരെ, ഒരു യുക്തിവാദി പോലും, ഒരു പുരോഗമനവാദി പോലും അതിനെതിരെ ശബ്ദിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ഹിന്ദുവിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉറക്കെ പ്രതിഷേധിക്കാൻ ആൾക്കാരുണ്ട്, അത് വേണം താനും. പക്ഷേ മുസ്ലിമിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ ആരും ഒന്നും പറയാനില്ല. കാരണം അവരുടെ വോട്ട്, അവരുടെ സംഭാവന, അവരുടേതായിട്ടുള്ള സപ്പോർട്ട്, അവരുടെ സ്ഥാപനങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ്, ഇതെല്ലാം കേരളത്തിലെ പലർക്കും ആവശ്യമാണ്, ഭാരതത്തിലെ പലർക്കും ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സുദീർഘമായ ഒരു പ്രഭാഷണത്തിലൂടെയല്ല. നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ സംരക്ഷിക്കുക. പെൺകുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചാരിത്രവും നിങ്ങളുടെ ജീവിതവും സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കില്ല. ആയിരക്കണക്കിന് ഹിന്ദു പെൺകുട്ടികൾ ബംഗ്ലാദേശിൽ വേശ്യകളായിട്ട് ജീവിക്കാൻ കാരണം ഈ ലവ് ജിഹാദാണ്. വളരെ പ്രലോഭിപ്പിച്ച് സ്നേഹത്തിൻ്റെ തേനൂറുന്ന ഭാഷയിൽ സംസാരിച്ച് അവരെ മതം മാറ്റിയിട്ട് എന്നിട്ട് അവസാനം അവരെ വേശ്യകളാക്കി മാറ്റുന്നത് ഭാരതത്തിൽ സർവ്വസാധാരണമാണ്. ഇതേപോലെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് ധാരാളം. പക്ഷേ ക്രിസ്ത്യാനികൾ നക്കിക്കൊല്ല, അതേപോലെ തന്നെ മുസ്ലിങ്ങൾ കുത്തിക്കൊല്ല, രണ്ടെണ്ണാണ്. ഈ ക്രിസ്ത്യാനികൾ മുകളിലൂടെ സ്നേഹം അഭിനയിച്ച്, ബഹുമാനം അഭിനയിച്ച്, ആദരവ് അഭിനയിച്ച്, സഹായിക്കുന്നതായിട്ട് അഭിനയിച്ച് അവരും നിങ്ങളുടെ അടുത്ത് കൂടുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ജീവിതത്തിൽ അധോഗതിയിലേക്കോ അല്ലെങ്കിൽ അനാഥത്വത്തിലേക്കോ പോവുകയാണ് നിങ്ങളൊരു ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ശരിക്കുള്ള പ്രേമത്തിലൂടെ അല്ലാതെ സ്നേഹിക്കുമ്പോൾ. അവനവൻ്റെ ഇഷ്ടമുള്ള ജീവിതം നയിക്കാൻ അവനവന് സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം, ഒരു പ്രസിദ്ധനായ സിനിമാ നടൻ്റെ മകളെ ഒരു പ്രസിദ്ധ രാഷ്ട്രീയക്കാരൻ്റെ മകൻ വിവാഹം കഴിച്ചു. ആ രാഷ്ട്രീയക്കാരൻ നിർബന്ധിച്ചു, നിങ്ങളുടെ മകൾ ക്രിസ്ത്യാനിയാവാതെ വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല. ആ അച്ഛനും അമ്മയ്ക്കും അതിനുവേണ്ടി നിന്നു കൊടുക്കേണ്ടി വന്നു. ഏത് ക്രിസ്ത്യാനിയും അവസാനം വിജയിക്കും അവൻ്റെ മതത്തിലേക്ക് മറ്റവനെ കൊണ്ടുവരാൻ. ഏത് മുസ്ലിമും അവസാനം വിജയിക്കും അവൻ്റെ മതത്തിലേക്ക് ഹിന്ദുവിനെ കൊണ്ടുവരാൻ. ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ രീതിയിൽ അടുത്ത കാലത്ത് ഞാൻ നേരിട്ട് കാണുകയുണ്ടായി. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു നായർ ബന്ധമുള്ള ഒരു ഫ്രണ്ടിൻ്റെ മകളെ ഇതേപോലെ ലവ് ജിഹാദിലൂടെ വിവാഹം കഴിച്ച്, മാത്രമല്ല ആ വിവാഹം കഴിച്ച് ആ കുട്ടിയെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ അനുജത്തിയെയും അതേപോലെ പള്ളിയിൽ കൊണ്ടുപോയി പ്രലോഭിപ്പിച്ച് എങ്ങനെയെങ്കിലും അതിൻ്റെ അനുജത്തി രക്ഷപ്പെട്ടപ്പോൾ പർദ്ദയിട്ട ഡസൻ കണക്കിന് സ്ത്രീകളാണ് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ വീട്ടിലേക്ക് വന്നത്. ആണുങ്ങൾ മാത്രമൊന്നുമല്ല ഭീഷണിപ്പെടുത്താൻ വന്നത്, പെണ്ണുങ്ങൾ, പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഭീഷണിപ്പെടുത്തി അവസാനം ആ പെൺകുട്ടിയെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കേണ്ടി വന്നു മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. അടുത്ത കാലത്ത് ഒരു മുസ്ലിം നേതാവ് പറയുകയുണ്ടായി, ഈ ഗവൺമെൻറ് ഭരിക്കുന്നിടത്തോളം മുസ്ലിങ്ങളെ വേട്ട ചെയ്യപ്പെടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ആ ഹിന്ദു പെൺകുട്ടികളെ വേട്ടയാടുന്നത് എന്നുള്ള വസ്തുത നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഓർമ്മിക്കാം, ലവ് ജിഹാദ് എന്ന് പറയുന്നത് വെറും പത്രത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. അനേകം നമ്പൂതിരിമാരുടെ, നായന്മാരുടെ, ഈഴവരുടെ,
ധാരാളം സമ്പത്തുള്ളവരുടെ, പേരുള്ളവരുടെ, പ്രസിദ്ധിയുള്ളവരുടെ പെൺമക്കളെ പ്രലോഭിപ്പിച്ചും നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയും ആണ് ഈ വിവാഹ കച്ചവട കമ്പോളത്തിൽ വെറും മൃഗങ്ങളെ പോലെ കിടക്ക പങ്കിടാനായിട്ട് ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ മധുവിധുവിൻ്റെ സ്നേഹം തീരുമ്പോൾ ആ പെൺകുട്ടിയെ തലാക്ക് ചൊല്ലി അതിനെ വേറൊരുവൻ്റെ കിടക്കയിലേക്ക് അയക്കുമ്പോൾ, അച്ഛനമ്മമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മകൻ ഇതേപോലെ പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ചെറുപ്പം മുതൽക്ക് തന്നെ ഹിന്ദു ധർമ്മവും സനാതന ധർമ്മവും അവരെ പഠിപ്പിക്കുക. അവര് ധാർമ്മിക മൂല്യത്തോടു കൂടി നന്മ നിറഞ്ഞ രീതിയിൽ, ഉയർന്ന രീതിയിൽ, ധന്യമായ ഒരു ചാരിത്ര്യമുള്ള കുടുംബജീവിതം നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.